നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവർ മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ചിഹ്നം അനുവദിച്ചു നൽകി. തൃണമൂലിന്റെ ആദ്യ സംഘം ഇന്ന് കേരളത്തിലെത്തും. പി.വി. അൻവർ 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ വാർത്താസമ്മേളനം തുടങ്ങിയിട്ടില്ല. അൻവർ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് TMC പ്രവർത്തകർ നിലമ്പൂരിൽ പ്രകടനം നടത്തി. ഷബീർ ഉമർ വിശദാംശങ്ങൾ നൽകും. ഷബീർ, അൻവറിന്റെ വീട്ടിലേക്ക് TMC പ്രവർത്തകർ മത്സരിക്കണമെന്ന ആവശ്യവുമായി പ്രകടനം നടത്തുന്നു. പലതരത്തിലുള്ള നാടകീയ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അൻവറിന്റെ മനസ്സിലിരിപ്പ് എന്താണ്? എന്തുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം വൈകുന്നത്? ഷബീർ, സൈഫുദ്ദീൻ നേരത്തെ സൈഫുദ്ദീൻ പറഞ്ഞത് 11 മണിക്ക് കാണുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ആദ്യം പി.വി. അൻവർ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 9 മണിക്ക് കാണുമെന്നായിരുന്നു. പക്ഷേ 9 മണിക്കൂടെ എത്തിയപ്പോൾ അല്പം കൂടി ചർച്ചകൾ ബാക്കിയുണ്ട്. ഫോണിലൂടെ ചിലരുമായി ബന്ധപ്പെടുന്നുണ്ട്. അതിനുശേഷം 11 മണിക്ക് കാണാമെന്നായിരുന്നു പി.വി. അൻവർ പറഞ്ഞത്. വീണ്ടും 1 മണിക്കൂറോളം വീണ്ടും വൈകുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ ഫോണിലൂടെ നടക്കുന്നുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം, സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു പി.വി. അൻവർ മത്സരിക്കും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ TMC പ്രവർത്തകർ നടത്തുന്നുണ്ട്. എല്ലാ നിലയ്ക്കും മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു മനുഷ്യർ ഇപ്പോൾ 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പി.വി. അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഔദ്യോഗികമായി അങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ അതായത് പി.വി. അൻവർ വരുന്നു. അല്പസമയത്തിനകം തന്നെ പി.വി. അൻവർ ഇക്കാര്യം പറയും. എന്താണ് തന്റെ തീരുമാനം, മത്സരിക്കുമോ ഇല്ലയോ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.